നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുക എന്നത്. എന്നാൽ ഈ സ്പ്രേ നമ്മൾ പുറത്തു നിന്ന് അമിതമായ വില കൊടുത്തൊക്കെ ആയിരിക്കും വാങ്ങിക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ സ്പ്രേ നമുക്ക് എങ്ങനെ വളരെ പ്രകൃതിദത്തമായ രീതിയിൽ വീട്ടിൽ തന്നെ നിർമ്മിക്കാമെന്ന് പറയാനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പ്രേ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കുക എന്നറിയാനായിട്ട് വീഡിയോ കാണാം. 3 ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ തയ്യാറാക്കുന്നത്. ആദ്യമായി അതിന് വേണ്ടത് റോസ് വാട്ടർ ആണ്. ചർമ്മത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കും അമിതമായുള്ള ഓയിലും തുടച്ചു നീക്കം ചെയ്യാൻ റോസ് വാട്ടർ സഹായിക്കും. ചർമ്മകാന്തി വർദ്ധിക്കാനും ഇത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് വേണ്ടത് ഗ്ലിസറിൻ ആണ്. ഇതൊരു സൂപ്പർ മോയ്സ്ചറൈസർ ആണ്. മേക്കപ്പിന് ഒരു നല്ല ഗ്ലോയിങ് ഫിനിഷ് വരാനായിട്ട് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. കൃത്യമായ അളവിൽ വേണം ഗ്ലിസറിൻ ചേർക്കാൻ എന്ന് മാത്രം, അല്ലെങ്കിൽ ഒരു ഓയിലി ഫീൽ ഉണ്ടാകും. ഇനി വേണ്ടത് അലോവേര ജെല്ലാണ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ എയും സിയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ആക്നെ മാറാനും ഡ്രൈ സ്കിൻ മാറാനും സഹായിക്കും. ഇനി ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ വേണം. ഇതിലാണ് നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. നന്നായി കഴുകിയെടുത്തിട്ട് വേണം ഇതെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. എത്ര അളവിനാണോ നമ്മൾ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ തയ്യാറാക്കാൻ പോകുന്നത് അതിനാവശ്യമായ അളവിൽ വേണം നമ്മൾ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു കുപ്പിയുടെ 1/4 ഭാഗം റോസ് വാട്ടർ മാത്രമാണ് എടുക്കുന്നുള്ളൂ. കണ്ടില്ലേ, ഇത്രയും മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഈ ഒരു ചെറിയ സ്പൂൺ അളവിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഈ ഗ്ലിസറിന് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി അടുത്തതായിട്ട് വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ്. ഇവിടെ 1 സ്പൂൺ അളവിൽ, അതും ഒരു ചെറിയ സ്പൂണാണ്, ഈ അളവിൽ നമ്മൾ കറ്റാർവാഴ ജെൽ എടുക്കണം. ഇത് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുപ്പി അടച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് കുലുക്കി എല്ലാം കൂടി യോജിപ്പിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആവശ്യത്തിന് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. നമുക്കിത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രേ ഉപയോഗിക്കാവുന്നതാണ്. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനകത്തുള്ളൂ. വേറെ ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാക്കുകയില്ല. മാത്രമല്ല ചർമ്മം ഗ്ലോയിങ് ആയിരിക്കാനും ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് സഹായിക്കും. ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് മുഖത്ത് തന്നെ വെക്കണം. നന്നായിട്ട് നാച്ചുറലായിട്ട് ഉണങ്ങാനായിട്ടാണ് ഇങ്ങനെ വിടുന്നത്. ഇതിൽ ഗ്ലിസറിനൊക്കെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാനായിട്ട് സഹായിക്കും. നല്ലൊരു ഗ്ലോയിങ് ലുക്കായിരിക്കും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇനി അമിതമായ വില കൊടുത്ത് പുറത്തുനിന്ന് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച്. അപ്പോൾ ഈ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.